ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ക്ലാസിക് ടെയിൽ സ്റ്റോറീസ് എന്ന നമ്മുടെ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറായല്ലോ? ഈ ചാനലിലെ കൂടുതൽ മനോഹരമായ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും മറക്കരുതേ. കഥ തുടങ്ങുന്നതിനു മുമ്പ് ഒരു ചെറിയ അഭ്യർത്ഥന കൂടി. ഈ കഥ നിങ്ങൾ എവിടെ നിന്നാണ് കേൾക്കുന്നത് എന്ന് കമന്റ് ബോക്സിൽ എഴുതാമോ? നിങ്ങളെല്ലാവരും ഏത് സ്ഥലങ്ങളിൽ നിന്നാണ് ഈ ചാനൽ കാണുന്നത് എന്നറിയാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അതെ, ഇനി നമ്മൾക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ ശബരിമല അയ്യപ്പന്റെ അത്ഭുതകരവും ദൈവീകവുമായ കഥയാണ്. അയ്യപ്പന്റെ കഥ ഒരു ദൈവത്തിന്റെ ജനന കഥ മാത്രമല്ല, അത് ധർമ്മത്തിന്റെയും ത്യാഗത്തിന്റെയും സമത്വത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും കഥയാണ്. ദേവന്മാരെയും അസുരന്മാരെയും ഭീതിയിലാഴ്ത്തിയ മഹിഷാസുരന്റെ സഹോദരിയായ മഹിഷി, വിഷ്ണുവും ശിവനും ഒന്നിച്ചുണ്ടാക്കുന്ന പുത്രനാൽ മാത്രമേ എനിക്ക് മോക്ഷം ലഭിക്കൂ എന്ന വരം നേടിയിരുന്നു. ലോകത്തെ രക്ഷിക്കാനായി ശിവനും വിഷ്ണുവും ഒരുമിച്ചപ്പോൾ വിഷ്ണു മോഹിനി രൂപം ധരിച്ചു. അവരുടെ ഐക്യത്തിൽ നിന്നാണ് മണികണ്ഠൻ എന്ന ദിവ്യശിശു പിറന്നത്. ഈ കുഞ്ഞിനെ പന്തളം രാജാവ് രാജശേഖരൻ പമ്പാ നദിക്കരയിൽ നിന്ന് കണ്ടെത്തി സ്വന്തം പുത്രനായി വളർത്തി. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവനിൽ ദൈവീക ശക്തിയുടെ അടയാളങ്ങളുണ്ടായിരുന്നു. വിദ്യയിലും ആയുധവിദ്യയിലും ധൈര്യത്തിലും വിവേകത്തിലും മണികണ്ഠൻ അസാധാരണനായി വളർന്നു. പക്ഷേ രാജ്ഞിയുടെ അസൂയ കാരണം കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചന ആരംഭിച്ചു. രാജ്ഞി രോഗബാധിതയായി അഭിനയിച്ചു. വൈദ്യർ പറഞ്ഞു, കാട്ടിലെ പുലിയുടെ പാൽ കിട്ടിയാൽ മാത്രമേ രോഗം മാറൂ. അങ്ങനെ മണികണ്ഠൻ കാട്ടിലോട്ട് യാത്രയാകുന്നു. അവൻ മഹിഷിമർദ്ദനൻ എന്നറിയപ്പെട്ടു. മടങ്ങിയെത്തിയപ്പോൾ മണികണ്ഠൻ തന്റെ ദൈവസ്വരൂപം വെളിപ്പെടുത്തി. തനിക്കിനി മനുഷ്യരാജ്യത്തിൽ തുടരാൻ സാധിക്കില്ലെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ ശബരിമല എന്ന പരിശുദ്ധ ഭൂമിയിൽ അയ്യപ്പൻ വിരാജിച്ചു. അവനൊരു രാജാവല്ല, ഒരു സന്യാസിയാണ്. ജാതിയില്ല, മതമില്ല, എല്ലാവരും ഒരുപോലെ. അയ്യപ്പനെ കാണാൻ വ്രതമനുഷ്ഠിക്കുന്നു. 41 ദിവസത്തെ ബ്രഹ്മചര്യവും ആത്മനിയന്ത്രണവും ശുദ്ധമായ ജീവിതവും മല ചവിട്ടാൻ അനിവാര്യമാണ്. മാലയിടുന്ന ദിവസം മുതൽ നമ്മൾ ഓരോരുത്തരും അയ്യപ്പന്മാരും മാളികപ്പുറവുമായി മാറുന്നു. അത് ഓരോ ഭക്തന്റെയും വികാരമാണ്. സ്വാമിയേ ശരണമയ്യപ്പ എന്ന മന്ത്രം അഹങ്കാരത്തെ അഴിച്ചുകളയുന്ന ശബ്ദമാണ്. മനസ്സിനെ കുളിർമയണിയിക്കുന്ന വികാരമാണ്. മല കയറാനുള്ള ആവേശമാണ്. കാലം മാറി, ലോകം മുന്നോട്ടുപോയി. എന്നാലും ശബരിമലയുടെ മൂല്യങ്ങൾ മാറിയില്ല. സമീപകാലങ്ങളിൽ സ്ത്രീപ്രവേശനം, നിയമപോരാട്ടങ്ങൾ, സാമൂഹിക ചർച്ചകൾ എല്ലാമുണ്ടായി. പക്ഷേ ലക്ഷക്കണക്കിന് ഭക്തർ ഇന്നും വിശ്വസിക്കുന്നത് ഇതാണ്: അയ്യപ്പൻ ഒരു മതചിഹ്നമല്ല, അവൻ ഒരു ആത്മബോധമാണ്. വ്രതവും യാത്രയും ദർശനവും ഒന്നും വേർതിരിച്ചല്ല, അതൊരാന്തരിക യാത്രയാണ്. അഹങ്കാരത്തിൽ നിന്ന് സമത്വത്തിലേക്ക്, അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയിലേക്ക്, അജ്ഞാനത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക്. അതാണ് ശബരിമല അയ്യപ്പന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി നമുക്ക് കഥയിലോട്ടു പോകാം. ഒരു ദൈവം ജനിച്ചതിന്റെ കഥയല്ല ഇത്. ഒരു മനുഷ്യൻ ദൈവത്തിലേക്ക് ഉയരുന്ന ഒരു യാത്രയുടെ കഥയാണ്. മലയും മഞ്ഞും മൗനവും ഒന്നായി നിൽക്കുന്ന ശബരിമലയിൽ ഇന്നും മുഴങ്ങുന്ന ഒരു ശബ്ദമുണ്ട്. ശബ്ദമല്ല, ഒരു സമർപ്പണം. സ്വാമിയേ ശരണമയ്യപ്പ. ഈ വാക്കുകൾ ആരോടാണ് പറയുന്നത്? ഒരു ദൈവത്തോടോ? അല്ല. സ്വന്തം അഹങ്കാരത്തെ നമിപ്പിക്കുമ്പോൾ മനുഷ്യൻ തന്നോട് തന്നെ പറയുന്ന ഒരു വാക്കാണത്. ഇതാണ് ശബരിമല. ഒരു കാലമുണ്ടായിരുന്നു, ധർമ്മം ക്ഷയിച്ച കാലം. ദേവന്മാർ പോലും സുരക്ഷിതരല്ലാത്ത ഒരു കാലം. അസുരരാജാവായ മഹിഷാസുരൻ വധിക്കപ്പെട്ടു. പക്ഷേ അവന്റെ സഹോദരി മഹിഷി, അവൾ വേദനയല്ല വളർത്തിയത്, വൈരാഗ്യമായിരുന്നു. ദേവന്മാരെ തോൽപ്പിക്കാൻ അവൾ തെരഞ്ഞെടുത്ത വഴി തപസ്സായിരുന്നു. വർഷങ്ങളോളം മാംസവും ജലവും പോലും ഉപേക്ഷിച്ച് അവൾ ബ്രഹ്മാവിനെ ധ്യാനിച്ചു. അവസാനം വരം ലഭിച്ചു. വിഷ്ണുവും ശിവനും ഒന്നിക്കുന്ന പുത്രനാൽ മാത്രമേ
എനിക്ക് മരണമുണ്ടാകൂ. ദേവലോകം വിറച്ചു. അത്തരമൊരു ജനനം അസാധ്യമായിരുന്നു. ദേവസഭ ചേർന്നു. ബ്രഹ്മാവും ഇന്ദ്രനും നാരദനും എല്ലാവരും ചിന്തിച്ചു. ലോകം രക്ഷിക്കണം, പക്ഷേ നിയമങ്ങൾ ലംഘിക്കാതെ. അപ്പോൾ ഒരു വഴി തുറന്നു. വിഷ്ണു പറഞ്ഞു, ഞാൻ മോഹിനിയാകും. ശിവൻ മൗനത്തിലായിരുന്നു. അത് ഒരു സാധാരണ മൗനമല്ല, സൃഷ്ടിയുടെ ഒരു തീരുമാനം ഉരുവാകുന്ന മൗനമായിരുന്നു. അങ്ങനെ ദൈവചരിത്രത്തിലെ ഏറ്റവും അപൂർവമായ ഐക്യം നടന്നു. ആ ഐക്യത്തിൽ നിന്ന് പിറന്ന കുഞ്ഞ് സാധാരണമായിരുന്നില്ല. കഴുത്തിൽ ഒരു മണിയുണ്ടായിരുന്നു അവന്. അതിനാൽ അവൻ മണികണ്ഠൻ എന്നറിയപ്പെട്ടു. ദേവന്മാർ അവനെ ഭൂമിയിലേക്ക് അയച്ചു. കാരണം അവൻ മനുഷ്യരോടൊപ്പം വളരേണ്ടതായിരുന്നു. ദൈവമാകുന്നതിനു മുൻപ് അവൻ മനുഷ്യനെ അറിയണം. അതേസമയം അങ്ങ് ഭൂമിയിൽ പന്തളം രാജ്യത്ത് രാജശേഖരൻ എന്ന ഒരു രാജാവുണ്ടായിരുന്നു. അയാൾ പ്രജകളെ സ്വന്തം കുടുംബത്തെ പോലെയാണ് കണ്ടിരുന്നത്. രാജാവിന് ദൈവഭക്തിയും ധർമ്മനിഷ്ഠയും ഒരുപാട് കൂടുതലായിരുന്നു. പന്തളം ഒരു സാധാരണ രാജ്യമായിരുന്നില്ല. ധർമ്മം, ശാന്തി, നീതി ഇവയാണ് അതിൻ്റെ അടിത്തറ. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ശൂന്യതയുണ്ടായിരുന്നു. രാജശേഖരന് സന്താനമുണ്ടായിരുന്നില്ല. രാജ്യം മുഴുവനുണ്ടായിരുന്നിട്ടും അവൻ്റെ കൊട്ടാരത്തിനുള്ളിൽ ഒരു മൗനമായിരുന്നു. അവൻ പ്രാർത്ഥിച്ചു, വർഷങ്ങളോളം. ആ പ്രാർത്ഥനയ്ക്ക് പമ്പാ നദിക്കരയിൽ ഉത്തരമൊരുങ്ങിക്കൊണ്ടിരുന്നു. ഒരു ദിവസം രാജശേഖരൻ രാജാവ് വേട്ടയ്ക്കായി ഈ നദിക്കരയിലെത്തി. അവിടെയാണ് ചരിത്രം മാറിയത്. പമ്പാ നദിക്കരയിൽ ഒരു കുഞ്ഞ്, ഒറ്റയ്ക്ക്. പക്ഷേ ഭയമില്ല. കണ്ണുകളിൽ ഒരദ്ഭുത ശാന്തി. രാജാവ് ആ കുഞ്ഞിനെ കൈകളിലെടുത്ത നിമിഷം കുഞ്ഞില്ലാത്ത ഒരു രാജാവിൻ്റെ കണ്ണുനീർ അന്ന് ആനന്ദമായി. അവൻ പറഞ്ഞു, ഇവൻ എൻ്റെ മകനാണ്. ആ കുഞ്ഞിന് കണ്ട മാത്രയിൽ അവൻ നൽകിയ പേര് മണികണ്ഠൻ എന്നായിരുന്നു. കാരണം ആ കുഞ്ഞിൻ്റെ കഴുത്തിൽ മണിയോടുകൂടെയാണുണ്ടായിരുന്നത്. രാജാവ് അവനെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് സ്വന്തം മകനെപ്പോലെ വളർത്തി. മണികണ്ഠൻ പന്തളത്തിൽ വളർന്നു. പക്ഷേ അവൻ വെറും രാജകുമാരനല്ലായിരുന്നു. അവൻ്റെ നടത്തത്തിൽ പോലും ഒരു ശാന്തിയുണ്ടായിരുന്നു. ആരെങ്കിലും വേദനിച്ചാൽ അവൻ്റെ കൈകൾ ആദ്യം അവിടെ എത്തും. അവൻ ചിരിച്ചപ്പോൾ കൊട്ടാരം ശാന്തമായി. അവൻ ആയുധം പിടിച്ചു, പക്ഷേ അത് ക്രോധത്തിൽ നിന്നല്ല. ഗുരുക്കന്മാർ ശ്രദ്ധിച്ചു, ഈ കുട്ടിക്ക് യുദ്ധം പഠിപ്പിക്കേണ്ടതില്ല. അവനിൽ ധർമ്മം സ്വാഭാവികമാണ്. അവൻ വില്ലെടുത്തു, വാളെടുത്തു, പക്ഷേ ഒരിക്കലും അന്യായത്തിനായല്ല. ക്രോധം അവനിൽ നിലനിന്നില്ല. രാജശേഖരൻ രാജാവ് ഇതെല്ലാം കണ്ടു. അവൻ ഉറപ്പായിരുന്നു, ഇവൻ ദൈവത്തിൻ്റെ സമ്മാനമാണെന്ന്. ആദ്യകാലങ്ങളിൽ രാജ്ഞിയും ആ കുഞ്ഞിനെ സ്നേഹത്തോടെ പരിപാലിച്ചു. കുഞ്ഞില്ലാത്ത ഒരു കൊട്ടാരത്തിലേക്ക് ഒരു കുഞ്ഞു വന്നത് അവൾക്കും ആനന്ദമായിരുന്നു. മണികണ്ഠൻ രാജശേഖരന്റെ കൈകളിൽ വളരുന്നത് അവൾ സന്തോഷത്തോടെ കണ്ടിരുന്നു. കാലം കടന്നപ്പോൾ കൊട്ടാരത്തിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചു. രാജ്ഞിക്ക് സ്വന്തമായി ഒരു കുഞ്ഞു പിറന്നു, ഒരു രാജകുമാരൻ. അന്നുവരെ ഹൃദയം നിറച്ചിരുന്ന ആനന്ദത്തിൽ ഒരു പുതിയ ഭയം രാജ്ഞിയിൽ നിഴലായി വീണു. എൻ്റെ മകൻ ഈ രാജ്യത്തിൻ്റെ അവകാശിയാകുമോ? മണികണ്ഠൻ വളരുന്നതിനൊപ്പം പന്തളം കൊട്ടാരത്തിൽ ചർച്ചകൾ തുടങ്ങി. ഈ കുട്ടി സാധാരണക്കാരനല്ല. അവനിൽ ഒരു ദൈവികതയുണ്ട്. അവൻ രാജാവിനേക്കാൾ ശക്തനാകുമെന്ന് തോന്നുന്നു. ഈ വാക്കുകൾ രാജ്ഞിയുടെ ഹൃദയത്തിൽ നിശബ്ദമായി മുളച്ചു. അത് പെട്ടെന്നുണ്ടായ ദുഷ്ടതയല്ല, അത് ഒരമ്മയുടെ ഭയമായിരുന്നു. എൻ്റെ മകൻ്റെ ഭാവി എന്താകും? മണികണ്ഠൻ എവിടെയെത്തിയാലും അവിടെയൊക്കെ ആദരം. ഗുരുക്കന്മാർ അവനെ പ്രശംസിച്ചു. ഭടന്മാർ അവനോട് ബഹുമാനം കാണിച്ചു. അത് രാജ്ഞിയുടെ മനസ്സിൽ ഒരു ചോദ്യമായി മാറി. ഇവൻ രാജാവായാൽ എൻ്റെ മകൻ? രാജ്ഞി നേരിട്ടാക്രമിച്ചില്ല. അവൾ വഴികൾ തേടി, ശാന്തമായ വഴികൾ, നിയമം ലംഘിക്കാത്ത വഴികൾ. അവൾ രോഗബാധിതയായി അഭിനയിച്ചു. ശരീരം തളർന്നതുപോലെ, ശ്വാസം മുട്ടുന്നതുപോലെ. വൈദ്യരെ വിളിച്ചു. വൈദ്യർ പറഞ്ഞു,
ഈ അസുഖത്തിന് ഇവിടെ മരുന്നുകളൊന്നും തന്നെ ലഭിക്കില്ല. ആകെയുള്ള വഴി കാട്ടിലെ പുലിയുടെ പാൽ കുടിക്കുക മാത്രമാണ്. പുലിപ്പാൽ കിട്ടിയാൽ മാത്രമേ രോഗം മാറൂ. വൈദ്യനും അവളോട് കൂടെ നിന്നു. അവൾക്കറിയാമായിരുന്നു അത് ഒരസാധ്യമായ ദൗത്യമാണ്. കൊടുങ്കാട്ടിലെ മഹിഷിയെ മറികടന്ന് മാത്രമേ അത് സാധ്യമായിരുന്നുള്ളൂ. ഇന്നുവരെ ആരും അതിന് മുതിർന്നിട്ട് പോലുമില്ല. രാജാവ് രാജശേഖരൻ ഇത് കേട്ടപ്പോൾ അശാന്തനായി. അവന്റെ മനസ്സ് പിളർന്നുപോയി. ഒരു വശത്ത് രാജ്ഞി, മറ്റൊരു വശത്ത് മണികണ്ഠൻ. അവൻ ചോദിച്ചു, ആ ദൗത്യം ആരേറ്റെടുക്കും? അവിടെ മണികണ്ഠൻ മുന്നോട്ടു വന്നു. ശാന്തമായി, ഭയമില്ലാതെ അവൻ പറഞ്ഞു, ഞാൻ പോകാം. ആ വാക്കുകളിൽ ആവേശമില്ല, അഹങ്കാരമില്ല, ഒരുറച്ച തീരുമാനം. കൊട്ടാരത്തിലെ എല്ലാവരും നിശബ്ദമായി. ആരും ഒന്നും ചോദിച്ചില്ല അവനോട്. എല്ലാവർക്കും ഉറപ്പായിരുന്നു അവന് അതിനുള്ള കഴിവുണ്ടെന്ന്. രാജ്ഞി ആ നിമിഷം അവനെ നോക്കി. അവളുടെ ഉള്ളിൽ ഒരു നിമിഷം കുലുക്കമുണ്ടായി. ഇവൻ സാധാരണ കുട്ടിയല്ല. പക്ഷേ അമ്മയായ അവളുടെ ഭയം ആ ചിന്തയെ മൂടി. അവൾ മൗനം പാലിച്ചു. അത് മണികണ്ഠന്റെ ജീവിതത്തെ മാറ്റിയ മൗനമായിരുന്നു. രാജാവിന്റെ കൊട്ടാരത്തിൽ ആ ദിവസം ശാന്തമല്ലായിരുന്നു. മഹിഷിയെ മറികടന്ന് കാട്ടിലെ പുലിപ്പാൽ, അത് ഒരു സാധാരണ ദൗത്യമല്ല. അത് മരണത്തിലേക്കുള്ള ഒരു വഴിയായിരുന്നു. കാട്, ആരും തിരികെ വരാത്ത കൊടും കാട്. രാജശേഖരൻ രാജാവ് മൗനത്തിലായിരുന്നു. അവന്റെ കണ്ണുകൾ മണികണ്ഠനെ നോക്കിയപ്പോൾ ഒരു പിതാവിന്റെ ഭയം പുറത്തുവന്നു. ഇവൻ എന്റെ മകനാണ്. പക്ഷേ വാക്കുകൾ പുറത്തുവന്നില്ല. രാജശേഖരൻ അവനെ വിളിച്ചു, കൈ പിടിച്ചു. ഒരു നിമിഷം അവന്റെ കണ്ണുകളിൽ കണ്ണുനീർ തിളങ്ങി. നീ തിരികെ വരണം. അത് ഒരു രാജാവിന്റെ ആജ്ഞയല്ല, ഒരു പിതാവിന്റെ പ്രാർത്ഥനയായിരുന്നു. മണികണ്ഠൻ പുഞ്ചിരിച്ചു. ഞാൻ തിരികെ വരും. അവൻ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങി കൊടും കാട്ടിലേക്ക് യാത്രയായി. അവൻ കാട്ടിന്റെ അതിരിലെത്തി. അവിടെ വായു പോലും മാറിയിരുന്നു. കാറ്റ് ശക്തമായിരുന്നു. പക്ഷേ അത് ഭീഷണിയായിരുന്നില്ല. അത് ഒരു ക്ഷണമായിരുന്നു. മരങ്ങൾ അവനെ കണ്ടതുപോലെ, വഴികൾ സ്വയം തുറന്നതുപോലെ. അവൻ നടന്നു, ഒറ്റയ്ക്ക്. പക്ഷേ ഒറ്റയ്ക്കല്ലാത്ത പോലെ. കാട്ടിലെ മൃഗങ്ങൾ അവനെ നോക്കി. ആരും അവനെ ആക്രമിച്ചില്ല. ഈ യാത്ര പാലിനുള്ളതല്ല. ഇത് അവന്റെ സ്വയം കണ്ടെത്തലാണ്. മണികണ്ഠൻ ഇനി വെറും രാജകുമാരനല്ല. അവൻ തന്നെ അറിയാതെ അയ്യപ്പനിലേക്കാണ് നടക്കുന്നത്. കാറ്റ് അവന്റെ ചുറ്റും ചുറ്റി. അത് ഒരു സംരക്ഷണം പോലെ, ഒരു സാക്ഷ്യം പോലെ. ആരോ പറഞ്ഞു, നീ ഒറ്റക്കല്ല. അങ്ങനെ അവൻ നടന്ന് കൊടുങ്കാട്ടിലെത്തി. ആ കാട്ടിൽ ഒരാൾ മാത്രമായിരുന്നു അധിപതി, മഹിഷി. അവൾ വേദനയിൽ നിന്ന് ജനിച്ചവളല്ല, വൈരാഗ്യത്തിൽ നിന്ന് ഉരുവായവൾ. മണികണ്ഠൻ അവളെ കാണുന്നു. ഒരു വശത്ത് വൈരാഗ്യം, മറ്റൊരു വശത്ത് ശാന്തി. മഹിഷി ചിരിച്ചു. കുഞ്ഞേ, നീ ആരാണ്? മണികണ്ഠൻ ശബ്ദമില്ലാതെ നിന്നു. അവന്റെ കണ്ണുകളിൽ ക്രോധമില്ല, ധർമ്മം മാത്രം. അങ്ങനെ അവരുടെ പോരാട്ടം ആരംഭിച്ചു. അവസാനം മഹിഷി വീണു. ഭയം അവളുടെ കണ്ണുകളിലില്ലായിരുന്നു. അവിടെയുണ്ടായിരുന്നത് ഒരു തിരിച്ചറിവായിരുന്നു. നീ ആ വരത്തിന്റെ ഉത്തരമാണല്ലേ? അവൾ ചോദിച്ചു. മണികണ്ഠൻ ശാന്തമായി മറുപടി പറഞ്ഞു. വൈരാഗ്യം മോചനത്തിലേക്കുള്ള വഴിയല്ല. അവൾ വിമുക്തയായി. അതൊരു വധമല്ല, ഒരു മോചനമായിരുന്നു. യുദ്ധം ഭൂമിയെ വിറപ്പിച്ചെങ്കിലും മണികണ്ഠന്റെ ഓരോ പ്രഹരത്തിലും അഹങ്കാരമില്ലായിരുന്നു. അവൻ ആക്രമിച്ചില്ല. ധർമ്മത്തിന്റെ പരിധി ഒരടി പോലും അവൻ ലംഘിച്ചില്ല. മഹിഷിയുടെ പതനത്തോടെ കാടുമാറി. അവിടെ കടുവകൾ പ്രത്യക്ഷപ്പെട്ടു. അവയുടെ കണ്ണുകളിൽ ക്രോധമില്ല. അവൻ ഒരു കടുവയുടെ അടുത്തേക്ക് നടന്നു.
കാട് ശ്വാസം പിടിച്ചു. അവിടെ അത്ഭുതം സംഭവിച്ചു. കടുവ അവനെ അംഗീകരിച്ചു. അവൻ കടുവയുടെ പാലെടുത്തു. ഇത് പാൽ മാത്രമല്ല, ഇത് ഒരു സാക്ഷ്യം. കടുവയുടെ പാൽ കയ്യിൽ പിടിച്ച് മണികണ്ഠൻ പന്തളത്തിലേക്ക് തിരികെ നടന്നു. കടുവയുടെ പാൽ തേടി കാട്ടിലേക്ക് പോയത് ഒരു രാജകുമാരനാണ്. പക്ഷേ തിരികെ വരുന്നത് അയ്യപ്പനാണ്. പന്തളത്തിന്റെ വഴികൾ ആ ദിവസം വിറച്ചു. മണികണ്ഠൻ കടുവപ്പുറത്ത് തിരികെ വന്നു. കടുവകൾ ഒന്നല്ല, പലത്. കുട്ടാരത്തിനു മുന്നിൽ ആരും ശ്വാസം വിട്ടില്ല. കാരണം ഇത് ഒരു മനുഷ്യന്റെ തിരിച്ചുവരവല്ല. രാജശേഖരൻ രാജാവ് അവനെ കണ്ട നിമിഷം സന്തോഷവാനായി കാണപ്പെട്ടു. ഇത് കണ്ട രാജാവ് അവനെ തൊഴുതു വണങ്ങി. മണികണ്ഠൻ കടുവപ്പുറത്തുനിന്ന് താഴെയിറങ്ങി. അവൻ കയ്യിൽ പുലിപ്പാലുമായി ശാന്തമായി നടന്നു. രാജ്ഞി ആ ദൃശ്യം കണ്ടു. അവളുടെ ഉള്ളിലെ ഭയം അവിടെ തകർന്നു. അവൾ മണികണ്ഠന്റെ മുന്നിൽ തലകുനിച്ചു. അവളുടെ രോഗം അവിടെ മാറി. അപ്പോൾ മണികണ്ഠൻ പറഞ്ഞു, "എന്റെ ദൗത്യം പൂർത്തിയായി. അവൻ ഇനി രാജകുമാരനല്ല, അവൻ ധർമ്മത്തിന്റെ സ്വരൂപമാണ്." അങ്ങനെ അവൻ പന്തളം രാജ്യം വിട്ടു. കാടിലൂടെ മലകളിലേക്ക് നടന്നു. അവിടെ അവൻ വിരാജിച്ചു. ആ യാത്ര വേദനയിലേക്കല്ല, ധർമ്മത്തിലേക്കായിരുന്നു. അവൻ ഒരു രാജാവായി അല്ല വിരാജിച്ചത്, ഒരു വഴിയായിയാണ്. അവിടെ അവൻ പറഞ്ഞു, "എന്നെ തേടി വരുന്നവർ സമത്വത്തോടെ വരണം. ജാതിയില്ല, വ്യത്യാസമില്ല, അഹങ്കാരമില്ല. വ്രതം ശരീരത്തിനല്ല, മനസ്സിനാണ്. യാത്ര കാലുകൾക്കല്ല, ആത്മാവിനാണ്." അങ്ങനെ അവൻ ഒരു ക്ഷേത്രമായി മാറിയില്ല, ഒരു ബോധമായി മാറി. ഇന്നും ലക്ഷങ്ങൾ അവനെ തേടി വരുന്നു. അവൻ വിളിക്കുന്നില്ല, പക്ഷേ അവന്റെ മൗനം വിളിക്കുന്നു. അയ്യപ്പൻ ഒരു വിഗ്രഹമല്ല, ഒരു വഴിയാണ്, ധർമ്മത്തിലേക്കുള്ള വഴി. ഇന്ന് ലോകം മാറി. നിയമങ്ങൾ കൂടി, വാദങ്ങൾ കൂടി, ശബ്ദങ്ങൾ കൂടി. പക്ഷേ ധർമ്മം ഇന്നും മൗനത്തിലാണ്. അയ്യപ്പൻ ഇന്നും കാട്ടിലില്ല, അവൻ നമ്മുടെ അകത്താണ്. വ്രതം വസ്ത്രത്തിലല്ല, ശുദ്ധി രീതിയിലല്ല. അഹങ്കാരം വിട്ടാൽ അതാണ് ദർശനം. മറ്റൊരാളെ കുറഞ്ഞവനാക്കാതെ നടക്കാൻ പഠിച്ചാൽ അതാണ് യാത്ര. അയ്യപ്പൻ ഒരു മതചിഹ്നമല്ല, ഒരു ആത്മബോധമാണ്. അയ്യപ്പൻ നമ്മൾ മലയാളികളുടെ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ ഒരു വികാരമാണ്. ഹരിവരാസനം എന്ന ഗാനം കേൾക്കുമ്പോൾ രോമാഞ്ചം വരാത്ത ഭക്തരാരും തന്നെ കാണില്ല. ഈ വികാരം എന്നും ഇങ്ങനെ തന്നെ കൊണ്ടുപോകാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. അയ്യപ്പൻ എന്നും ഒരു സ്വകാര്യ അഹങ്കാരമായി മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഇപ്പോൾ നിങ്ങൾക്കുറങ്ങാനുള്ള സമയമായോ? എല്ലാവരും കമന്റ് ചെയ്യാൻ മറക്കരുതേ. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത കഥ കേൾക്കാൻ എല്ലാവരും കാത്തിരിക്കുകയായിരിക്കുമല്ലോ. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോ ഒന്നും മിസ്സാകാതിരിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കല്ലേ. എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ ഒരു നല്ല ദിനം നേരുന്നു.